പ്രധാനമായിട്ട് ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് എന്താണ് എൻ്റെ പർപ്പസ്? ഞാൻ ഇതിൽ കൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുവിനെ കൂടുതലായിട്ട് അടുത്തറിയുവാൻ എനിക്കും നിങ്ങൾക്കും ഒരവസരം തരിക എന്നുള്ളതാണ്. യേശുവിനെ അറിയുവാനുള്ള ടു നോ ഹിം ബെറ്റർ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആയപ്പോൾ ഇങ്ങനെ വെറുതെ കിടന്നുകൊണ്ട് ചിന്തിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. എത്ര ഈ ലോകത്തിലെ സ്നേഹിതന്മാരാണെങ്കിലും നമ്മൾ കൂടുതലും അവരോട് അടുത്ത് ചേർന്നിരിപ്പാത്തക്കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷെ എത്ര നല്ല കൂട്ടുകാരാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അവരോട് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അകലുന്നൊരു മനോഭാവമുണ്ട്. അവിടെ ആയിരിക്കും അവരുടേതായിരിക്കുന്ന വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുറത്ത് നിൽക്കുന്നിടത്തോളം അവരുടെ ഒരു ബലഹീനതയും നമ്മൾ മനസ്സിലാക്കത്തില്ല. കൂടുതലായിട്ട് നമ്മൾ അടുത്തറിയുന്നിടത്തോളം അവരുടെ ബലഹീനതയെ നമ്മൾ മനസ്സിലാക്കുവാനും ആ ബലഹീനത മുഖാന്തരമായിട്ട് അവരിൽ നിന്ന് മാറുവാനും ഇടയായിത്തീരും. അതാണ് പലപ്പോഴും ഫ്രണ്ട്ഷിപ്പിൽ വരുന്നതായിരിക്കും ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത്. എന്നാൽ ഇത് ഞാനൊന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തെ അറിയുക അഥവാ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതായ സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കി. എത്രമാത്രം അറിഞ്ഞാലും ഒരു മതി വരാത്ത വണ്ണം ആ ബന്ധത്തിന് ഒരു മുടക്കം പോലും വരാതെ കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൽ ജീവിച്ചവനാകുന്ന യേശു മാത്രമേ ഉള്ളൂ.